നേപ്പാളിൽ കലാപം. രാജഭരണത്തെ അനുകൂലിക്കുന്നവരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു മാധ്യമപ്രവർത്തകനടക്കം 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടത്തും നേർക്കുനേർ പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം, വിനീത? തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് നിലവിൽ ഈ കാഠ്മണ്ഡുവിലടക്കം സ്ഥിതിഗതികൾ പോകുന്നത്. ഇപ്പോൾ ഈ മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2008 നേപ്പാളിൽ ഈ രാജ്യഭരണം അവസാനിപ്പിച്ചത്. ഈ രാജ്യഭരണം വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത്. രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളായിരുന്നു പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. രാജാവ് വരട്ടെ, രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ എന്നും ഒപ്പം തന്നെ മുൻപുണ്ടായിരുന്ന രാജാവായ ജ്ഞാനേന്ദ്ര ഷായുടെ ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളും ആയാണ് ഈ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഏതാണ്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് കാഠ്മണ്ഡുവിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിരുന്നത്. പക്ഷേ പോലീസ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും ഇവർ അവിടെ നിന്ന് മടങ്ങണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ചു. ഇതാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം എത്തിയത്. തുടർന്ന് ഈ പ്രതിഷേധക്കാർ അവിടെ ഉണ്ടായിരുന്ന വീടുകൾ നശിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും പിന്നീട് അതൊരു കലാപത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നിരവധി പേർക്ക്, പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊപ്പം തന്നെ 2 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധക്കാരിൽ ഒരാളായ സബിൻ മഹാർജൻ എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഇത് കൂടാതെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം സുരേഷ് രജക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്. അവിടെ ഉണ്ടായ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ, കലാപത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെയും മരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാഠ്മണ്ഡുവിലെ വിവിധ മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സിനമംഗോൾ ഒപ്പം തന്നെ കൊടേശ്വർ ഉൾപ്പെടെയുള്ള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ടിങ്കിന ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇങ്ങനെ വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് അതൊരു കലാപത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രതിഷേധക്കാർക്കടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. രാജഭരണം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം തെരുവിലേക്ക് ഇറങ്ങിയത്. അത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു. നിരവധി വീടുകൾ ആക്രമിക്കപ്പെടുന്നു, വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ സുഖകരമായ വാർത്തയല്ല അവിടെ നിന്ന് പുറത്തു വരുന്നത്. കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത വിജി ഡൽഹിയിൽ നിന്ന്.